മരുന്നുകൾക്കിനി അമിതവില നൽകേണ്ട. പാഞ്ഞാൾ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 50% വരെ വിലക്കുറവ്. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10 മുതൽ 15% വരെ കിഴിവ് വേറെയുമുണ്ട്. പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് BAMS MBBS എല്ലാ ദിവസവും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ ഇവിടെ പരിശോധിക്കുന്നു. ന്യൂ നന്മ മെഡിക്കൽസിലെത്തുക. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ AITUC പ്രതിഷേധം. പാറമേൽപ്പടി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും ലേബർ കോഡ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും AITUC ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. പാറമേൽപ്പടി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ CPI ജില്ലാ ജോയിന്റ് സെക്രട്ടറി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. AITUC മണ്ഡലം പ്രസിഡന്റ് TS സുമേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം സെക്രട്ടറി KA ഔസേബ്, AITUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി P ശ്രീകുമാർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ആവശ്യപ്പെട്ടുകൊണ്ട് AITUCയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുന്ന പ്രക്ഷോഭ സമരത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് തൃശ്ശൂർ ജില്ലയിലും കൊണ്ടാടി പഞ്ചായത്തിൽ ഈ പാറമേൽപ്പടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഈ ധർണാ സമരം നടത്തുന്നത്. നമുക്കറിയാം, കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ അധികാരത്തിൽ കയറിയതിന് ശേഷം തികച്ചും ജനദ്രോഹകരമായ, തൊഴിലാളി ദ്രോഹകരമായ, കർഷക ദ്രോഹകരമായ നിയമം നിർമ്മിച്ചുകൊണ്ട് പാർലമെൻറ്റിനെയും രാജ്യസഭയും ലോകസഭയും വിശ്വാസത്തിലെടുക്കാതെ ചർച്ച ചെയ്യാതെ ചൂടപ്പം പോലെ നിയമം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തികച്ചും ജനദ്രോഹകരമാണ്. അതിനെതിരെ രാജ്യവ്യാപകമായുള്ള പ്രക്ഷോഭമാണ് AITUC നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1920 AITUC രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കും എതിരെ നിരന്തരമായ പോരാട്ടങ്ങളുടെ 1, 2, 3 തുടങ്ങി ഇന്നിപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന 144 തൊഴിൽ നിയമങ്ങൾ മുതലാളിമാർക്ക് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ 4 ലേബർ കോഡുകളാക്കി മാറ്റിയിരിക്കുകയാണ്. പാർലമെൻറ്റിൽ നമുക്കറിയാം, നിയമങ്ങൾ കൊണ്ടുവന്നാൽ അത് ഇല്ലാതാക്കാൻ ഒരു സർക്കാരിനും പറ്റില്ല എന്നതുകൊണ്ട് ഈ തൊഴിൽ നിയമങ്ങളെ മുതലാളിമാർക്ക് വേണ്ടി ചൂഷണം ചെയ്യാൻ മുതലാളിത്തം പ്രധാനമന്ത്രിയാക്കിയ നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നയരൂപീകരണ സമിതിയാണ് ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ള പൊതു മിനിമം പരിപാടി തയ്യാറാക്കിയ നയരൂപീകരണ സമിതിയാണ്. രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും, പ്രത്യേകിച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് അവരുടെ ജീവിതവും അവരുടെ സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു തൊഴിൽദാന പരിപാടി എന്നുള്ള രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി ആസൂത്രണം ചെയ്തു. അതിൻ്റെ പേര് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നായിരുന്നു. 2005 ഈ പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ഏതാണ്ട് ഗ്രാമീണ മേഖലകളിലെ 25ഓളം കോടി ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞത് 200 ദിവസമെങ്കിലും തൊഴിൽ ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ അന്ന് തന്നെ ഇടതുപക്ഷം ആവശ്യപ്പെട്ടിരുന്നത് 200 തൊഴിൽ ദിനങ്ങൾ പോരാ, 300 തൊഴിൽ ദിനങ്ങളെങ്കിലും ഉറപ്പാക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ UPA ഗവൺമെൻറ് അവസാനം ഒരു സമവായം എന്നുള്ള രീതിയിലാണ് 200 തൊഴിൽ ദിനങ്ങൾ നടപ്പിലാക്കിയത്. ആ 200 തൊഴിൽ ദിനങ്ങൾ നടപ്പിലാക്കുന്നതിന് അന്ന് ഏതാണ്ട് 300 ജില്ലകളിലാണ് ഈ പദ്ധതി ആവിഷ്കരിക്കാൻ തീരുമാനിച്ചത്. 2006 പുതിയതായി 130 ജില്ലകൾ കൂടി ചേർത്ത് 430 ജില്ലകളിൽ 2006 തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി. കേന്ദ്ര നയങ്ങൾ സാധാരണക്കാരായ തൊഴിലാളികളുടെ ജീവിതോപാധി ഇല്ലാതാക്കുന്നതാണെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. മണ്ഡലം ഭാരവാഹികളായ C കൃഷ്ണൻകുട്ടി, P ശ്രീദാസ്, കൊണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോൺസൺ, വാർഡ് മെമ്പർ ധന്യ മധു, ശ്രീജ സത്യൻ, അബ്ദുൾ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. CCV ന്യൂസ്, കൊണ്ടാഴി.